കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അങ്ങോട്ട് വന്നാൽ പറഞ്ഞുതരാം. ദേ ഈ മരുന്ന് ഇനി എന്നും സർജറിയുടെ തലേ ദിവസം വരെ രാവിലെയും വൈകിട്ടും കണ്ണിലൊഴിക്കണം. ഏത് കണ്ണിനാ സർജറി? ഇടത്തെ കണ്ണിൽ. ആ, അപ്പൊ ഇത് ഇടത്തെ കണ്ണില് രാവിലെയും വൈകിട്ടും. പിന്നെ ഈ ടാബ്ലറ്റ് ഈ ടാബ്ലറ്റ് വൈറ്റമിൻ ടാബ്ലറ്റാ. ദിവസവും ഓരോന്ന് വീതം കഴിക്കണം. വെള്ളിയാഴ്ച വന്നാൽ മതിയല്ലോ അല്ലേ? വെള്ളിയാഴ്ച ഒരു ഉച്ചയ്ക്ക് 12:30 വരണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷുഗറിന്റെയാ. 200 താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ സർജറി ചെയ്യത്തില്ല. ബാക്കി മരുന്നൊക്കെ അന്ന് നിങ്ങൾ ഇവിടെ വരുമ്പോ തരും. ഒരുപാട് പൈസയൊക്കെ ആയല്ലേ? ഇനി നിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം അതൊക്കെ. ഓക്കെ. അതെ, രാജന്റെ പിരിവിന്റെ കാശടയ്ക്കാനാ. ഒരു 4000 രൂപ നാടാ. പോവാ. എന്തൊന്നാടോ കണ്ണു കണ്ടുകൂടെ? ഇല്ല സാർ. സാർ ലോട്ടറി ഒരെണ്ണെടുക്കൂ സാർ. ലോട്ടറി വേണോ? ചായ ഇവിടെ ഇവിടെ ഇവിടെ. കുടിച്ചോ. സുധാകരന്റെ കൂടെ വന്ന ആരാ? സർജറി കഴിഞ്ഞ ശേഷം കണ്ണിന് മറ്റു വല്ല ഇറിറ്റേഷൻ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇന്നേ ദിവസം നന്നായി സൂക്ഷിക്കണം. രാത്രി കിടക്കുമ്പോൾ സർജറി ചെയ്ത കണ്ണിന്റെ വശം തിരിഞ്ഞു കിടക്കരുത്. ഒരുപാട് TV ഒന്നും കാണരുത്. റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നാളെ കാലത്ത് 9:30 വന്നിട്ട് കെട്ടഴിക്കണം. അപ്പൊ ഈ മരുന്നൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി അവര് പറഞ്ഞു തരും. പറഞ്ഞു ഓർക്കണം, TV ഒന്നും കാണരുത്. ഓക്കെ ഡോക്ടർ. ഭയമല്ല, നിന്റെ സാമീപ്യം പോലും ഞാൻ വെറുക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, നിന്റെ നുണക്കഥ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ഹലോ രാധാകൃഷ്ണ. പറഞ്ഞു. രാമേ, മോനെ ഇതൊന്ന് എഴുതിയെടുക്ക. ഏട്ടാ എന്തൊക്കെയാ വേണ്ടേ? ചേട്ടാ പറയട്ടെ, എവിടെ നോക്കിയാടാ ഓടിക്കുന്നത്? പതുക്കെ തുറക്കണേ, പതുക്കെ.
എന്തേ ചെയ്യുന്ന വെച്ചാൽ കണ്ണാടി വെച്ചേ പൊടിയടിക്കും. പിന്നെ അവർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടേ കണ്ണ് കഴുകാൻ പാടുള്ളൂ കേട്ടോ. എടാ ഈ ഷർട്ടുണ്ടല്ലോ, ഇതിലെ വെള്ളം വരെ അച്ഛൻ ഇന്ന് ആദ്യമായിട്ടാ കാണുന്നത്. 2 വർഷമായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതാടാ. എന്താണ് ഒരു ചിരി? നീ കാരണോ വന്ദന. താങ്ക്സ് ഫോർ ഹാവിങ് മൈ ബാക്ക്. അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തിയല്ലോ, ഇപ്പോഴൊരു സമാധാനമായി. എന്താ ഒരു ചിരി? എന്തൊരു ദുരുദ്ദേശം ഉണ്ടല്ലോ. പന്തോ വള കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാനതെടുത്തു തരാം കേട്ടോ. അവനെവിടെ? അമ്മയുടെ കൂടെ. ഇവൻ ഈ ഫോൺ എടുത്ത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഗുളികയും തീർന്നു. ഇന്ന് രാത്രിയിലും കഴിച്ചില്ല, നാളെ രാവിലത്തേക്കും ഗുളികയില്ല. എടോ, തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞുകൂടെ? ഇതിലും ഭേദം ആ കറങ്ങാത്ത ഫാനായിരുന്നു.